നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു വിത്ത് പാകിയാൽ അത് മരമാകാൻ സമയമെടുക്കും. അതുപോലെ ഈ പുതിയ ചിന്തകൾ, അഫർമേഷൻസ്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വേരുപിടിക്കാൻ സമയമാവശ്യമാണ്. ശാസ്ത്രം പറയുന്നത് ഒരു പുതിയ ശീലമുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ തലച്ചോറിന് 21 ദിവസങ്ങൾ അഥവാ 21 ഡേയ്സ് വേണമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ചാലഞ്ച് ചെയ്യുകയാണ്. ഇന്നു മുതൽ അടുത്ത 21 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് ഈ വീഡിയോ കേൾക്കുക. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ ഹെഡ്ഫോൺ വെച്ച് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങുക. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പു നൽകുന്നു. 21 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് എന്നോട് നന്ദി പറയും. മൈൻഡ് മാഗ്നറ്റ്, എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കർമ്മണ്യേവധികാരസ്തേ മാ ഫലേഷു കടാചന മാ കർമ്മഫല ഹേതുർഭൂർ മാ തേ സങ്കോസ്ത്വകർമ്മണി. ഭഗവത്ഗീതയിലെ ഈ വരികൾ നമ്മളോട് പറയുന്നത് കർമ്മം ചെയ്യാനാണ്, ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാനല്ല എന്നാണ്. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? നമ്മൾ കർമ്മം ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷേ ഫലം അത് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. നമസ്കാരം, മൈൻഡ് മാഗ്നറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ, എന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്: ഉറക്കവും പണവും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് 2 തരം മനുഷ്യരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ രാവിലെ മുതൽ രാത്രി വരെ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നു, പക്ഷേ മാസാവസാനം കയ്യിൽ ബാക്കിയാകുന്നത് കടം മാത്രമായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ, അവർ ശാന്തരായിരിക്കുന്നു, അവർക്ക് വലിയ ടെൻഷനില്ല, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു മാജിക്കാണോ? അല്ല. ഇതിനൊരു ഉത്തരമുണ്ട്. അത് നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാരും വിശിഷ്യ ആചാര്യ ചാണക്യനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഒരു രഹസ്യമാണ്: നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം മാത്രമേ വിശ്രമിക്കുന്നുള്ളൂ. മനസ്സ് അത് ഉണർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, പകൽ സമയത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയോടെ അത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, അർത്ഥ് സേ ധർമ്മ കാ പാലൻ ഹോത്താ ഹേ. ധനം കൊണ്ടാണ് ധർമ്മം പോലും പാലിക്കപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് പണം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പണം ജീവിതത്തിന്റെ ഒരു ഊർജ്ജമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പണം നമ്മളിലേക്ക് വരാത്തത്? ഒരു ചെറിയ കഥ പറയാം. ഇത് ചാണക്യന്റെ അർത്ഥശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. ഒരിക്കൽ മഗധയിലെ ഒരു കച്ചവടക്കാരൻ ചാണക്യന്റെ അടുത്തു വന്നു. അയാൾ വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ ഇപ്പോഴയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അയാൾ ചോദിച്ചു, ആചാര്യ, ലക്ഷ്മിദേവി എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പണം എന്നിൽ നിൽക്കുന്നില്ല. ചാണക്യൻ അയാളോടൊരു ചോദ്യം ചോദിച്ചു, നീ രാത്രി ഉറങ്ങാൻ കടക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്ക് പേടിയാണ് ആചാര്യ. എന്റെ ബാക്കിയുള്ള പണം കൂടി നഷ്ടപ്പെടുമോ, നാളെ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഭയമാണ് എന്റെ മനസ്സിൽ. ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെയാണ് നിനക്ക് തെറ്റിയത്. രാത്രിയിലെ നിന്റെ ചിന്തയാണ് പകൽ നിന്റെ വിധിയെ എഴുതുന്നത്. ഭയം ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു, ധൈര്യം സമ്പത്തിനെ ആകർഷിക്കുന്നു. നോക്കൂ, ഇതുതന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്? നാളെ കൊടുക്കേണ്ട ബില്ലുകളെക്കുറിച്ച്, തീരാത്ത കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഈ കടം, ദാരിദ്ര്യം, ഇല്ലായ്മ എന്നീ വാക്കുകളെ പിടിച്ചെടുക്കുന്നു. രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഫലമോ, പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് കൂടുതൽ കടങ്ങളും പ്രശ്നങ്ങളും സമ്മാനിക്കുന്നു. ഇന്ന് രാത്രി മുതൽ നമ്മളത് മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറും. ഇതിനെ സ്ലീപ്പ് അഫർമേഷൻസ് എന്ന് വിളിക്കാം. ഇതൊരു വെറും വാക്കുകളല്ല, ഇത് മന്ത്രങ്ങളാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇറക്കിവിടുന്ന സമ്പത്തിന്റെ വിത്തുകൾ. ചാണക്യൻ പറയുന്നു, ധനമൂലം ഇദം ജഗത്. ഈ ലോകം ധനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ ധനം നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങളതിന് അർഹനാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കണം.
ഇനി ഞാൻ പറയാൻ പോകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ധ്യാനമാണ്. നിങ്ങളിപ്പോൾ കിടക്കുകയാണെന്ന് കരുതുക. എല്ലാ ലൈറ്റുകളും അണയ്ക്കുക. നിങ്ങളുടെ ശരീരം മുഴുവൻ അയച്ചിടുക. കാലിന്റെ വിരലുകൾ മുതൽ തല വരെ ഓരോ ഭാഗവും റിലാക്സ് ചെയ്യുക. ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. നിങ്ങളിത് വെറുതെ കേൾക്കുകയല്ല, മറിച്ച് അനുഭവിക്കുകയാണ്. ഒരു സ്വർണ്ണ നാണയം കയ്യിൽ വെച്ചാൽ കിട്ടുന്ന ആ തണുപ്പ്, ആ കനം, അത് മനസ്സിൽ കാണുക. ആചാര്യ ചാണക്യന്റെ അനുഗ്രഹത്തോടെ ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാമ്പത്തിക സ്രോതസ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കൂ. മെല്ലെ ശ്വാസമെടുക്കൂ, വിടൂ. ഇനി നമുക്ക് ആ മന്ത്രങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വിട്ടുമാറിയിരിക്കുന്നു. ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ പോകുകയാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ, രാജാവ് കൽപ്പിക്കുമ്പോൾ പ്രജകൾ അനുസരിക്കുന്നതുപോലെ നിങ്ങളുടെ മനസ്സ് ഈ വാക്കുകളെ അനുസരിക്കും. ഓരോ വാചകവും കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം ശബ്ദമാണെന്ന് സങ്കൽപ്പിക്കുക. അഫർമേഷൻ സ്റ്റാർട്ട്. സ്ലോ, ഡെലിബറേറ്റ് പേസിംഗ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. പോസ്. മൈം ധൻ കോ ആകർഷിത് കർത്താഹും. ഹിന്ദി. പണം എന്നിലേക്ക് ഒഴുകിവരുന്നു. പോസ്. എന്റെ ജീവിതത്തിൽ സമ്പത്ത് നിറയുകയാണ്. ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ സമ്പാദ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചം എനിക്കുവേണ്ടി സമ്പത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എനിക്ക് പണത്തോട് സ്നേഹമാണ്. പണത്തിന് എന്നോടും സ്നേഹമാണ്. പലരും ചിന്തിക്കുന്നത് പണം തിന്മയാണെന്നാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, പണം ഒരു നല്ല സേവകനാണ്. എന്റെ കയ്യിൽ വരുന്ന പണം കൊണ്ട് എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് പണം വരുന്നത് എനിക്ക് സന്തോഷമാണ്. ഞാൻ സമ്പത്തിനെ അർഹിക്കുന്നു. ഐ ഡിസേർവ് വെൽത്ത്. എന്റെ പഴയ ചിന്തകളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല എന്ന ചിന്തകളെ ഞാൻ ഇപ്പോൾ തന്നെ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നു. പകരം ഞാൻ വിജയിക്കും, എനിക്ക് കഴിയും എന്ന ചിന്തകളെ ഞാൻ നടുന്നു. ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ആപദാം അർത്ഥം രക്ഷേത്. ആപത്ത് കാലത്തേക്ക് ധനം കാത്തുവെക്കുക. എന്റെ കയ്യിൽ വരുന്ന പണം ഞാൻ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നു. എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയും 10 രൂപയായി വളരാൻ പോകുന്നു. എന്റെ സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ വരുമാന സ്രോതസ്സുകൾ ഒന്നിലധികമായി മാറുന്നു. ഒരു വഴി അടഞ്ഞാൽ 100 വഴികൾ എനിക്കു മുന്നിൽ തുറക്കപ്പെടും. ലക്ഷ്മീദേവി എന്റെ വീട്ടിൽ ഐശ്വര്യമായി കുടികൊള്ളുന്നു. എന്റെ വീട് സമ്പത്തുകൊണ്ട് നിറയുന്നു. എന്റെ വാലറ്റിൽ എപ്പോഴും പണം നിറഞ്ഞിരിക്കുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് കിട്ടുന്ന പണം എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നു. ഞാൻ കൊടുക്കുന്തോറും എനിക്ക് തിരിച്ചു കിട്ടുന്നു. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഞാൻ സന്തോഷത്തോടെ പണം ചെലവാക്കുന്നു. ഇരട്ടി സന്തോഷത്തോടെ പണം എന്നിലേക്ക് തിരിച്ചുവരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോവുകയാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി, ആ ഉപബോധ മനസ്സ്, അതുണർന്നിരിക്കുകയാണ്. അത് ഈ വാക്കുകളെ ഏറ്റെടുക്കുന്നു. നാളെ രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും. കൂടുതൽ ഊർജ്ജമുള്ള, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാൾ. ഓർക്കുക, ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഒരു സാധാരണ ബാലനിൽ നിന്ന് ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റി. എങ്ങനെ? അദ്ദേഹം ചന്ദ്രഗുപ്തന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. നീയൊരു സാധാരണക്കാരനല്ല, നീയൊരു രാജാവാണ് എന്നവന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അതുപോലെ ഇന്ന് രാത്രി, ഈ നിമിഷം മുതൽ നിങ്ങൾ സമ്പന്നനാണെന്ന് വിശ്വസിച്ചു തുടങ്ങുക. ജോ ജൈസാ സോച്താ ഹേ വോ വൈസാഹി ബൻ ജാതാ ഹേ. ആര് എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അങ്ങനെയായിത്തീരുന്നു. നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം അഥവാ ഗോൾഡൻ ലൈറ്റ് പരക്കുന്നത് കാണുക. അത് സമ്പത്തിന്റെ പ്രകാശമാണ്. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നു. നിങ്ങളുടെ ഓരോ കോശങ്ങളെയും അതുണർത്തുന്നു.
നിങ്ങളുടെ തലച്ചോറിലെ ഓരോ നാഡീവ്യൂഹങ്ങളെയും അത് റീവയർ ചെയ്യുന്നു. ദാരിദ്ര്യത്തിന്റെ കണക്ഷനുകൾ മുറിച്ചുമാറ്റി സമ്പത്തിന്റെ പുതിയ കണക്ഷനുകൾ അതുണ്ടാക്കുന്നു. ഞാൻ നന്ദിയുള്ളവനാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ. ഇന്ന് എനിക്കുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എന്റെ വീടിന്, എന്റെ ഭക്ഷണത്തിന്, എന്റെ വസ്ത്രത്തിന്, എല്ലാത്തിനും നന്ദി. നന്ദിയുള്ള മനസ്സിലേക്കേ കൂടുതൽ സമ്പത്ത് വരികയുള്ളൂ. നിങ്ങൾ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. വളരെ ശാന്തമായി, സമാധാനമായി. നാളെ ഒരത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ഫോൺ കോളിന്റെ രൂപത്തിലോ, ഒരു പുതിയ അവസരത്തിന്റെ രൂപത്തിലോ, അല്ലെങ്കിൽ കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടുന്ന രൂപത്തിലോ ആയി. സമ്പത്ത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങളൊരു കാന്തമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഉറക്കത്തിൽ കൂടെയുണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിറയും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് നടന്നു തുടങ്ങും. നിങ്ങളുടെ പുതിയ ജീവിതം ഇവിടെ തുടങ്ങുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഓർക്കുക, ഇതൊരവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു വിത്തു പാകിയാൽ അത് മരമാകാൻ സമയമെടുക്കും. അതുപോലെ ഈ പുതിയ ചിന്തകൾ, അഫർമേഷൻസ്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വേരുപിടിക്കാൻ സമയമാവശ്യമാണ്. ശാസ്ത്രം പറയുന്നത് ഒരു പുതിയ ശീലമുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ തലച്ചോറിന് 21 ദിവസങ്ങൾ 21 ഡേയ്സ് വേണമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. അല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ചാലഞ്ച്. ഇന്നു മുതൽ അടുത്ത 21 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ഈ വീഡിയോ കേൾക്കുക. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വെറുതെ ഹെഡ്ഫോൺ വെച്ച് ഈ ശബ്ദം കേട്ടുകൊണ്ടുറങ്ങുക. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പു നൽകുന്നു, 21 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് എന്നോട് നന്ദി പറയും. മൈൻഡ് മാഗ്നറ്റ്, എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ചാണക്യൻ പറഞ്ഞതുപോലെ സങ്കൽപ് സേ സിദ്ധി ഹോത്തി ഹൈ. ദൃഢനിശ്ചയത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. ഈ 21 ദിവസത്തിനുള്ളിൽ പണം നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ കാണും. അതുവരെ ക്ഷമയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുക. നിങ്ങളുടെ മനസ്സൊരു കാന്തമാണ്. അത് പണത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ അറിവല്ല, ഇതൊരു വലിയ രഹസ്യമാണ്. ഈ രഹസ്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കൂടി പങ്കുവച്ചു നൽകുക. അവരും രക്ഷപ്പെടട്ടെ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും എത്തട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോകൾക്കായി നമ്മുടെ മൈൻഡ് മാഗ്നറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയ ഊർജ്ജമാണ്. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. സമ്പന്നമായൊരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു. നന്ദി. നമസ്കാരം.